ഹായ്, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. ഇന്നത്തെ വിഷയം 100 രൂപ ചലഞ്ച്. അതായത് പാവപ്പെട്ട ഉമ്മാൻ്റെ കൂട്ടുകാരിക്ക് വീട് ജപ്തിയുടെ വക്കിലാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 100 രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പിരിച്ച ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരിക്ക് വേണ്ടി വീട് ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ട് ലോൺ അടക്കാൻ കഴിയില്ല, ജപ്തിയുടെ വക്കിലാണ്, 2 കുട്ടികളുണ്ട്, അത് മൂത്ത കുട്ടിക്ക് താഴെയുള്ള 2 കുട്ടികൾക്ക് അസുഖമാണ്, ഒരു കുട്ടിക്ക് അനീമിയാണ്, ചെറിയ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ രോഗമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരു ചലഞ്ച് വെക്കണം. എല്ലാവർക്കും 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ശമ്പളം കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും 100 രൂപ വെച്ചിട്ട് നിങ്ങൾ ഈ കൂട്ടുകാരിയുടെ ജിപേയിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പാവപ്പെട്ട ഉമ്മ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ചെറിയ കുട്ടികളായ കാരണം ഇവർക്ക് ജോലിക്ക് പോവാൻ കഴിയില്ല, അതുകൊണ്ട് നിവൃത്തിയില്ല, ഇവർക്ക് ബുദ്ധിമുട്ടാണ്, പൈസ അടക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം, കൂട്ടുകാരിയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട ഉമ്മ ഒരു കണ്ടീഷനും കൂടെ അതിൽ വെക്കുന്നുണ്ട്. ഈ കൂട്ടുകാരിക്ക് പൈസ അയച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വിവരവും എന്നെ അറിയിക്കണം. ഓരോരുത്തരും അയച്ച സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണം, കണ്ട് ബോധിപ്പിക്കണം എന്ന്. പിന്നെ ഈ പാവപ്പെട്ട ഉമ്മ പറയുന്നത് ഒരു 100 രൂപയല്ലേ, ആ 100 രൂപക്ക് എന്ത് കിട്ടാനാ, ബേക്കറി പോലത്തെ സാധനങ്ങളല്ലേ കിട്ടുള്ളൂ, അത്രയല്ലേ 100 രൂപ, ചെറിയൊരു 10 രൂപൻ്റെ വില പോലും ഈ പാവപ്പെട്ട ഉമ്മ 100 രൂപക്ക് വില നൽകുന്നില്ല എന്നത് സാരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പച്ചക്കറി വാങ്ങിക്കാം 100 രൂപക്ക്, ചിലപ്പോൾ 100 രൂപൻ്റെ മീൻ 50 രൂപക്ക് 1/2 കിലോ വെച്ച് വാങ്ങാം, അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടും കേട്ടോ. ചിലപ്പോൾ 1 കിലോ 100 രൂപയ്ക്കും മീനിനൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ. അതേപോലെ പച്ചക്കറി വാങ്ങിക്കാം. പിന്നെ വേണമെങ്കിൽ 1 കിലോ അരിക്ക് 50 രൂപ, 43 രൂപ, അങ്ങനെയൊക്കെ ആ റേറ്റാണ്. അപ്പോൾ 2 കിലോ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇവരുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ബേക്കറി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട് പാവപ്പെട്ട ഉമ്മ, ഈ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മസ്റുമോളെയും മിച്ചുമോനെയും പോലെ തോന്നിക്കുവാണ്, പാവമല്ലേ. അതെന്താന്ന് വെച്ചാൽ ഒരു സഹതാപം, മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. അപ്പോഴാണല്ലോ ഈ സഹതാപം പിടിച്ചു പറ്റുമ്പോഴാണ് പാവമാണ് കുട്ടികൾ, വാതിലില്ല വീടിന് എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് കൊടുക്കുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഒരു എരപ്പ്, എല്ലാവരും സഹായിക്കുമല്ലോ എന്നൊരു എരപ്പും കൂടി ആകുമ്പോൾ സംഭവം ക്ലോസ്. പിന്നെ പാവപ്പെട്ട ഉമ്മ പറയുന്നുണ്ട് 41,000 സബ്ബുണ്ട്, അന്ന് 41,000 സബ്ബാണ്, ഇന്ന് 44 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണൂല, 41,000 സബ്ബുള്ളവർ കുറച്ച് പേര് കാണുന്നുള്ളൂ എന്ന്. ഏതായാലും 18, 20, 35, 39, 42 വരെ കയറിപ്പോയിട്ടുണ്ട് ആളുടെ വ്യൂസ്. അപ്പോൾ ഈ 41 ഇൻറ്റു 100 രൂപ വെച്ചിട്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയായി? 41 ലക്ഷം രൂപയായി. അപ്പം എങ്ങനെ 41 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 50-50 അങ്ങനെ ആക്കിയെടുക്കാമല്ലോ. അതാണ് തന്ത്രം. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ വീടിൻ്റെ ബാക്ക് ഭാഗം മാത്രം കാണിക്കുകയും കുട്ടികളെ ഉൾപ്പെടുത്തുകയും കുട്ടികൾക്ക് അനീമിയയാണ് എന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുകയും, ഈ അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചാൽ മാറാവുന്ന ഒരു രോഗമാണ് ഈ അനീമിയ, അത് വലിയ എന്തോ രോഗമാണ് എന്ന് കാണിച്ച് തീർത്ത് സഹതാപം പിടിച്ചു പറ്റി ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി ചെല്ല എന്നൊരു തന്ത്രം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം ശക്തമായ എതിർപ്പുകളും റിയാക്ഷനുകളും കമൻറ്റുകളും സഹിക്കവയ്യാതെ വന്നപ്പോൾ ഈ കൂട്ടുകാരി പുറത്തേക്കിറങ്ങി. എനിക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്തത്,
നിങ്ങൾ പാവപ്പെട്ട ഉമ്മയെ ഒന്നും പറയരുത്, എനിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആൾ രംഗത്ത് വന്നു. അങ്ങനെ ഈ കൂട്ടുകാരിയെ പറ്റി ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഭർത്താവുണ്ട്. ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. പക്ഷേ അയാൾ ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇവരുടെ ചില നാട്ടുകാർ ചില കമൻറ്റുകൾ കണ്ടു. നാട്ടുകാരിൽ ചിലർ അവർ പറയുന്നത് ഇയാൾ സ്ഥിരം പണിക്ക് പോകുന്ന ആളാണ് എന്നാണ് അവരുടെ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ഇവർ എന്തിനാണ് ഈ സ്ഥിരം ജോലിക്ക് പോകുന്ന ഇയാൾ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പണം പിരിച്ചത് എന്ന് ഒരു സംശയം, ദുരൂഹത അവിടെ നിലനിൽക്കുന്നു. പിന്നെ റിയാക്ഷൻ വീഡിയോകളിലും കമൻറ്റുകളിലും കണ്ടതാണ് ജപ്തി നോട്ടീസ് ഇല്ല, ജപ്തിയാണ് എന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് ഇല്ല, ഏത് ബാങ്കാണ് എന്നില്ല. അങ്ങനെ അതും ചോദ്യം വന്നപ്പോൾ ഇവർ ഒരു ബാങ്കിൽ ക്യാഷ് അടച്ച ഒരു റെസീറ്റുമായി വന്നു. അതിൽ വെറും 25,000 രൂപ മാത്രമേ ബാങ്കിൽ അടക്കാനുള്ളൂ. അതിനാണ് ജപ്തി നോട്ടീസ്. ഏത് ബാങ്കിലാണ് 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീട് ജപ്തി ചെയ്യുന്നത്? അതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. പല ആളുകളും അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടും അവരത് പുറത്തേക്ക് ആളുകൾക്ക് കാണിച്ചിട്ടില്ല. ഇതുവരെ അത് രഹസ്യമായ ദുരൂഹതയായി തുടരുന്നുണ്ട്. അല്ലെങ്കിലും പഴമക്കാരെ ഒരു ചൊല്ലുണ്ട്, മലയാളികളെ അല്ലേ പറ്റിക്കാൻ പറ്റൂ, എന്നാൽ ഏറ്റവും ബുദ്ധിമാന്മാരും മലയാളികൾ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവർക്ക് പണമായി സൗകര്യങ്ങളായി ഇപ്പോൾ വീട് പണി തുടങ്ങി. അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പോൾ ഇനി നമുക്ക് ക്രൗഡ് ഫണ്ട് എന്താണെന്ന് നോക്കാം. അതായത് പ്രത്യേക ലക്ഷ്യം വെച്ച് ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതാണ് ക്രൗഡ് ഫണ്ട്. ഇത് നടന്നു വരുന്നതോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നു വരുന്നത്. ഇവിടെ നടന്നതും ഓൺലൈനിൽ ആണ്. അത് രജിസ്ട്രേഡ് അല്ലാത്ത ക്രൗഡ് ഫണ്ടിങ് ആണെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ, ഒരു പരിധിയിൽ കൂടുതൽ പണം സ്വരൂപിക്കണമെങ്കിൽ അത് സെബിയിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലാത്തത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇവിടെ നടന്ന ഈ ക്രൗഡ് ഫണ്ടിങ്ങും നിയമവിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പണം നൽകിയവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇത്തരം ക്രൗഡ് ഫണ്ടിങ് അപകടകരമാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഇത്തരം പണം പിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകുക. ഇനി ഇത് ആർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്? ഓൺലൈൻ ക്രൈം സെൽ എന്ന വെബ്സൈറ്റിൽ പരാതി ആർക്കും നൽകാം. ആകെ വേണ്ടത് ഇവർ പിരിച്ച ഈ വീഡിയോയുടെ ലിങ്ക്, സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുത്ത് ആർക്കും പരാതി നൽകാവുന്നതാണ്. അതിന് വേറെ ഒരു തടസ്സങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.